ഹായ് ഫ്രണ്ട്സ്, ജേർണലിംഗ് ജേണിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചറിനെ കുറിച്ചാണ്. ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ. ഓക്കെ, എന്തിനു വേണ്ടിയാണ് ടാലിയിൽ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യുന്നത്? ആദ്യം നമുക്കത് നോക്കാം. ഓക്കെ, നമ്മുടെ കമ്പനിയിലെ സ്റ്റോക്കിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യണത്. നമ്മുടെ കമ്പനിയിലെ സ്റ്റോക്കിൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യണത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നമ്മുടെ റിപ്പോർട്ടിലെ ക്വാണ്ടിറ്റി, അതായത് റിപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റോക്ക് സമ്മറിയാണ് നമ്മുടെ സ്റ്റോക്കിൻ്റെ റിപ്പോർട്ടിലെ ക്വാണ്ടിറ്റിയും അതേപോലെ കമ്പനിയിലെ സ്റ്റോക്കും നോക്കുമ്പോൾ അത് തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സ്റ്റോക്ക് ക്വാണ്ടിറ്റി, അതായത് സോഫ്റ്റ്വെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റിയും നമ്മുടെ റിയൽ സ്റ്റോക്കും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വരികയാണെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിക്കും സ്റ്റോക്കിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നാൽ എപ്പോഴും ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും പ്രൊഡക്റ്റ് അത്രയും ഡാമേജ് ആയി, അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന്, മീൻസ് കമ്പനിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഡാമേജ് വന്നു തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ വരാം. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിലാണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഈ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യാറ്. ഓക്കെ, നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കമ്പനിയിൽ ഒരു പ്രൊഡക്റ്റ് സ്റ്റോക്ക് നോക്കുമ്പോൾ 100 ക്വാണ്ടിറ്റിയാണ് നമ്മുടെ റിപ്പോർട്ടിൽ കാണാൻ പറ്റുന്നത്. നമ്മുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ, അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ റിപ്പോർട്ട് സ്റ്റോക്ക് സമ്മറിയിൽ പോയിട്ട് നോക്കിയപ്പോൾ നമുക്ക് കണ്ട ക്വാണ്ടിറ്റി 100 പക്ഷെ നമ്മുടെ ബിസിനസ്സിലെ സ്റ്റോക്ക് ചെക്ക് ചെയ്തപ്പോൾ അതിൽ 90 ക്വാണ്ടിറ്റിയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 10 ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യണം. ഈ 10 ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ യൂസ് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇനി അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വൗച്ചറും എൻട്രി ചെയ്തിട്ടുണ്ട്. പർച്ചേസ് സെയിൽസ് എല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മളുടെ കയ്യിൽ എത്ര സ്റ്റോക്ക് ഉണ്ടെന്നാണ് നോക്കണത്. സ്റ്റോക്ക് സമ്മറിയിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും TV 90 എണ്ണമാണ് ഇപ്പം നമ്മളുടെ സ്റ്റോക്ക് കാണുന്നത്. പക്ഷെ നമ്മുടെ കമ്പനിയിലെ സ്റ്റോക്ക് നോക്കിയപ്പോൾ അവിടെ നമുക്ക് 85 എണ്ണേ കാണാനുള്ളൂ. 5 എണ്ണം ഇല്ല, കുറവാണ്. എന്തെങ്കിലും ഡാമേജ് ഒക്കെ ആയിട്ട് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ 85 സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 5 സ്റ്റോക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അക്കൗണ്ടിങ് വൗച്ചർ, അതായത് വൗച്ചേഴ്സിൽ പോയി, വൗച്ചേഴ്സിനകത്ത് പോയിട്ട് ഇവിടെ കാണാം നമുക്ക് അതർ വൗച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഈ അതർ വൗച്ചേഴ്സ് F10 പ്രസ് ചെയ്യുക. അതിനകത്ത് ഇവിടെ ഉണ്ടാവും ഫിസിക്കൽ സ്റ്റോക്ക്, അതായത് കൺട്രോൾ F7 ഫിസിക്കൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വൗച്ചർ കാണാം. അത് ഓപ്പൺ ചെയ്യാം. ആദ്യം നമ്മൾ നെയിം ഓഫ് ഐറ്റത്തിൻ്റെ പേര്, എന്താണ് ഐറ്റത്തിൻ്റെ പേരെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ TV ആണ്. നമ്മൾ ഐറ്റം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബാച്ച് നമ്പറും മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റും അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക, അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് ആ ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രോഡക്റ്റിന് നമ്മൾ ബാച്ച് നമ്പറോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ക്വാണ്ടിറ്റി, ഇവിടെ നമ്മൾ നേരത്തെ സ്റ്റോക്ക് നോക്കിയപ്പോൾ 90 ക്വാണ്ടിറ്റിയാണ് കണ്ടത്. അതിൽ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി 85 ക്വാണ്ടിറ്റിയാണ്. ആ ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം നമ്മളുടെ കയ്യിൽ എത്ര സ്റ്റോക്കാണോ ഉള്ളത് ആ ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കൊടുക്കാം 85 എന്ന് കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചിട്ട് സേവ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് സ്റ്റോക്ക് സമ്മറി എടുത്ത് നോക്കാം. സ്റ്റോക്ക് സമ്മറിയിൽ പോയാൽ ഇവിടെ നമുക്ക് ക്വാണ്ടിറ്റി 85 മാറിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളുടെ സോഫ്റ്റ്വെയറിലുള്ള നമ്മുടെ റെക്കോർഡ്സിലുള്ള സ്റ്റോക്കും അതേപോലെ ബിസിനസ്സിലെ സ്റ്റോക്കും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ സ്റ്റോക്ക് വൗച്ചർ സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ
അക്കൗണ്ട്സ് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ ബൈ.